വെൽക്കം ബാക്ക് ഷെയർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലിറ്ററേച്ചർ ആൻഡ് ദി എൻവയൺമെന്റ് എന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 2 പോയട്രിയിലെ യൂണിറ്റ് 1 ദ പോപ്പുലർ ഫീൽഡ് ബൈ വില്യം കൗപ്പർ എന്ന പാഠത്തിലാണ് നമ്മളുള്ളത്. സോ വിത്ത് എനി ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ പോപ്പുലർ ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് പോപ്പുലർ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് മരമാണ്. നമ്മൾ എന്താണ് ഒരു അരിപ്പാടം അല്ലെങ്കിൽ നെല്ല് പാടം എന്നൊക്കെ പറയുന്ന പോലെ പാടം ഫീൽഡ് പാടം എന്ന് പറയുമല്ലോ. അപ്പം പോപ്പുലർ മരത്തിൻ്റെ ഒരു പാടം ഒരു വലിയ ഏരിയ അതാണ് ഇപ്പോൾ അതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, പോപ്പുലർ ഫീൽഡ്, പോപ്പുലർ മരം കൊണ്ട് നിറഞ്ഞൊരു പാടം. അപ്പോൾ അതിൽ എന്താണ് കുറേ മരങ്ങളൊക്കെ എല്ലാം പോപ്പുലർ മരങ്ങൾ പണ്ടുണ്ടായിരുന്നു, അതെല്ലാം പൊളിഞ്ഞു വീണു, ഇപ്പോൾ ഒന്നുമില്ല. അതാണ് സംഭവം. അപ്പോൾ പ്രകൃതി നശിക്കുന്നു, ജീവിതം അതുപോലെ തന്നെയാണ് നശിക്കുമെന്നൊക്കെ പറയുന്ന പാടാണ്. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് കൗപ്പേഴ്സ് പോയം മെഡിറ്റേറ്റ്സ് ഓൺ ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച് എന്ന സാധനം നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അതെപ്പോഴും വരുമെന്നും. ആൻഡ് ദി ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ലൈഫ്, ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോയി അതില്ലാതാകുന്നു, പിന്നെയും വരുന്നു, അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ പ്രകൃതി. അതായത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല, നശിക്കുന്നതാണ്, അടുത്ത ജനറേഷൻ വരുന്നതാണ്. മരങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ മുറിച്ച് കളയുന്നു, പിന്നെ അടുത്തത് വരുന്നു. അപ്പം മനുഷ്യനും പ്രകൃതിയും ഒരുപോലെയാണ്, രണ്ടും എന്താണ് സമയാനുസൃതമായിട്ട് ഇല്ലാതാകുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൻ്റെ മെയിൻ തീം. ഇമേജറി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോളൻ ട്രീസ്, വീണ് കിടക്കുന്ന മരങ്ങൾ, ആബ്സെൻറ്റ് ബേർഡ് സോങ്, കിളിയുടെ ശബ്ദങ്ങൾ, നിലിച്ചുപോയ കിളി ശബ്ദങ്ങൾ, അതുപോലെ ലോസ്റ്റ് പ്ലഷേഴ്സ്, നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ, ഇതൊക്കെ ഇതിൽ ഇമേജറി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി അതിൻ്റെ ഒരു രസം കാണിക്കാനും ഇതിൻ്റെ നഷ്ടം കാണിക്കാനും ഒക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ടോൺ മെലാങ്കോളിക്, അതായത് എന്താണ് ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന രീതിയാണ്. പണ്ട് ഭയങ്കര ഉഷാറായിരുന്നു, ഒന്നും ഇല്ലല്ലോ, വല്ലാത്ത കഷ്ടം എന്ന് പറയുന്ന രീതിയിലാണ് മെലാങ്കോളിക് ആയിരിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് സോറോ ഓവർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ മോർട്ടാലിറ്റി, രണ്ട് വിഷയവും അതിൽ പരിഗണിക്കുന്നുണ്ട്. സങ്കടകരമായി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രകൃതി നശിച്ചു പോകുന്നുവല്ലോ, പണ്ട് ഉഷാറായിരുന്നു, നല്ല രസമുള്ള പോപ്പുലർ ഫീൽഡ് ആയിരുന്നു, ഇന്നിപ്പോൾ അവിടെ ഒന്നുമില്ല, മരങ്ങളൊക്കെ മുറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സങ്കടം. രണ്ടാം സങ്കടം ഹ്യൂമൻ മോർട്ടാലിറ്റി, മനുഷ്യർ മരിക്കാൻ പോവുകയാണല്ലോ, ആരും സ്ഥിരം ജീവിക്കില്ലല്ലോ എന്ന് ആലോചിച്ച് പിന്നെയും കരയാണ്. പിന്നെ സെറ്റിംഗ്, എ ഫീൽഡ് വെയർ പോപ്പുലർ ട്രീസ് വൺസ് സ്റ്റുഡ്, ഇത് കഥ ഈ ഒരു കവിത മൊത്തം നിലനിൽക്കുന്നത് ഒരു പോപ്പുലർ ഫീൽഡ്, ഈ പറഞ്ഞ പോപ്പുലർ മരങ്ങളുള്ള ഒരു പാടത്ത് വെച്ചിട്ടാണ്. നൗ ആൾട്ടേർഡ്, ഇപ്പോൾ ചേഞ്ച് ഫുൾ മാറിയിട്ടുണ്ട്, അവിടെ മരങ്ങൾ ഇപ്പോൾ ഇല്ല, പണ്ടുണ്ടായിരുന്നു. സിംബലൈസിങ് ബ്രോഡർ ലോസ്. പിന്നെ അതായത് വലിയൊരു രീതിയിലുള്ള നഷ്ടം. അവിടെ ഇയാൾക്ക് എന്താണ് പോപ്പുലർ ഫീൽഡ് എന്നുള്ളത് അയാളുടെ ഫേവറേറ്റ് സ്ഥലമാണ്. അപ്പോൾ അതില്ലാണ്ടായപ്പോൾ അയാൾക്ക് ആ പോപ്പുലർ മരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന കാര്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ പർപ്പസ് ഇൻവൈറ്റ്സ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അപ്പം ഈ ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഉപകാരം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കവിതയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, വായനക്കാർക്ക് ജീവിതവും അതുപോലെ പ്രകൃതിയെക്കുറിച്ചുമുള്ള ആ ഒരു ഫ്ലീറ്റിംഗ് നേച്ചർ, അവകളെല്ലാം നശിച്ചു പോകുന്നതാണ്, അതെങ്ങനെ ഇല്ലാതായി പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ബോധം നൽകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ഇവിടെ പെട്ടെന്ന് അവസാനിക്കും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോപ്പുലർ ഫീൽഡ് എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ കവിതയുടെ സമ്മറി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഫെയർവെൽ ടു ദി ഷെയ്ഡ്, അതായത് ഷെയ്ഡിനോട് യാത്ര ചോദിക്കുകയാണ്. ഷെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ് ഷെയ്ഡ് ഉണ്ടാവുക? മരങ്ങളുള്ളിടത്ത് തണലുണ്ടാവും അല്ലേ? ഇപ്പോൾ തണലുകളോട് യാത്ര പറയുന്ന സമയത്ത് തണലുകൾ പോയി, അതായത് മരങ്ങളെല്ലാം മുറിക്കപ്പെട്ടു, തണലുകൾ ഇല്ല, പോപ്പുലർ മരങ്ങൾ മുറിക്കപ്പെട്ടു, അതിൻ്റെ തണലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി, കൂളിംഗ് ഷെൽട്ടർ പോയിട്ടുണ്ട്. അപ്പം മരങ്ങളെല്ലാം മുറിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കവിത തുടങ്ങുന്നത്. നേരെ പറയുന്നില്ല, പകരം ഫെയർവെൽ ടു ദി ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. പിന്നെ നേച്ചർ സയൻസ്, വിൻസ് നോ ലോങ്ങർ പ്ലേയിങ് ലീവ്സ് ദ റിവർ ഓൾവേസ് സീസ് ടു റിഫ്ലക്ട് ദ ട്രീസ്, അതായത് അപ്പോൾ എന്താണ് അതായത് മരങ്ങളെല്ലാം മുറിക്കപ്പെട്ടുവല്ലോ, അതുകൊണ്ട് തന്നെ വിൻസ് നോ ലോങ്ങർ പ്ലേയിങ് ലീവ്സ്, ഇലകൾക്കിടയിലൂടെ കാറ്റിങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദങ്ങളൊന്നും ഇനിയില്ല. ദ റിവർ ഓയൂസ് സീസ് ടു റിഫ്ലക്ട് ദ ട്രീസ്, ഔസ് റിവറുണ്ട്, ആ റിവറിന് അടുത്താണ് ഈ പോപ്പുലർ ഫീൽഡ് ഉള്ളത്. അപ്പോൾ പണ്ട് മരങ്ങളുള്ള സമയത്ത് ഈ ഔസ് പുഴയിൽ എന്തായിരുന്നു, ഇതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് മരം മുറിച്ചത് കൊണ്ട് പുഴയിൽ ഇപ്പോൾ എന്തില്ല, ഇതിൻ്റെ നമ്മുടെ ഈ മരത്തിൻ്റെ റിഫ്ലക്ഷൻ ഇല്ല, അത് എന്തെന്നില്ല, അതിൻ്റെ പ്രതിബിംബം അവിടെ കാണുന്നില്ല. അതായത് മരം മുറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ രണ്ട് വേറെയും കൂടി എക്സാമ്പിൾ എന്നാണ്. കാറ്റുകൾ ഇതിൻ്റെ ഇലയിലൂടെ ഇനി കളിക്കില്ല, എന്താണ് ഈ പുഴയിൽ ഇനി ഒരിക്കലും അതിൻ്റെ റിഫ്ലക്ഷൻ കാണില്ല, കാരണം മരങ്ങളെല്ലാം മുറിക്കപ്പെട്ടു എന്ന് പറയാം. പിന്നെ ടൈം പാസേജ്, 12 years later the poet sees the field change with trees reduced to logs. അപ്പോൾ 12 വർഷം മുമ്പായിരുന്നു മൂപ്പര് പോപ്പുലർ ഫീൽഡ് മുമ്പ് കണ്ടിരുന്നത്. ഇന്ന് ആ പോപ്പുലർ ഫീൽഡ് 12 വർഷം ശേഷം വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, അവിടെ വെറും മുറിച്ചിട്ട മരക്കഷ്ണങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, മരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി.
അതിന് എ ട്രീ വൺസ് പ്രൊവൈഡിങ് ഷെയ്ഡ് ഇസ് നൗ എ സീഡ് സിംബലൈസ് ഡിക്ലൈൻ ഓഫ് ലിവിങ് തിങ്സ്. അപ്പോൾ ഇവിടെ എന്താ രസം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഷെയ്ഡ് തന്നിരുന്ന ഒരു മരമായിരുന്നു പോപ്പുലർ ട്രീ. ഇന്ന് അവിടെ പോയപ്പം അവിടെ ഷെയ്ഡ് തരാൻ, തണൽ തരാൻ ആ മരമില്ല. പകരം ആ മരങ്ങളെയെല്ലാം മുറിച്ചിട്ട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ കസേരകളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ എന്താ മനസ്സിലാകുന്ന സിംബലൈസിങ് ദി ഡിക്ലൈൻ ഓഫ് ലിവിങ് തിങ്സ്. ജീവിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു കാലം ഇല്ലാതാകുമെന്ന് കാണിക്കലാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ മരം പണ്ട് ഷെയ്ഡ് തന്നിരുന്നു, തണൽ തന്നിരുന്നു. ഇന്ന് അവിടെ എന്താണ് അവർക്ക് മുറുക്കപ്പെട്ടു, അവകൾ വെറും കസേരകൾ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അവകളെല്ലാം ഇല്ലാതായി എന്നാണ് പറയുന്നത്. പിന്നെ നൊസ്റ്റാൾജി എവിടെ കീപ്പ് ചെയ്യുന്നത്? ദ പോയിറ്റ് മോൺസ് ബ്ലാക്ക് ബേർഡ്സ് ലോസ്റ്റ് സോങ് ഡിസ്പ്ലേസ് ബൈ ദ ട്രീസ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ കവിതയിൽ ബ്ലാക്ക് ബേർഡ് എന്നുള്ളൊരു ടൈപ്പ് കിളിയാണ്. ആ കിളിയുടെ നഷ്ടപ്പെട്ടു പോയ പാട്ടിനെ ഓർത്തിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അതെന്താണ്, ആ പാട്ട് കേട്ടിരുന്നെങ്കിൽ അത് രസമായിരുന്നു, പക്ഷെ ഇന്ന് മരങ്ങൾ മുറിക്കപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിലൊരു നൊസ്റ്റാൾജിക് ഫീലിങ്ങും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ബേർഡ്സ് ഫ്ലൈറ്റ്. ദ ബേർഡ് ഫൈൻസ് റെഫ്യൂജ് ഇൻ ഹേസൽസ് ബട്ട് ഇറ്റ്സ് ആബ്സെൻസ് മാർക്സ് ഡിസ്പ്യൂട്ടഡ് ഹാബിറ്ററ്റ്. അതായത് ഈ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന കിളി പൊതുഗതിയിൽ ഈ പോപ്പുലർ മരങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വീട് കൂടാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പോപ്പുലർ മരങ്ങളെല്ലാം മുറിക്കപ്പെട്ടതുകൊണ്ട് അവകൾ എന്ത് ചെയ്തു, മറ്റു വീട് തേടിപ്പോയി. അങ്ങനെ അവർ ഹെയ്സൽ മരങ്ങളിൽ, ഹെയ്സൽ ട്രീസിൽ വേറെ ടൈപ്പ് ട്രീ ആണ്, അതിലാണ് ഇപ്പോൾ വീട് കണ്ടെത്തിയത്. അതായത് ബ്ലാക്ക് ബേർഡ്സ് ഇല്ലാണ്ട് എന്താണ് എവിടെയും പോയിട്ട് പോസ്റ്റ് ആയിട്ടില്ല, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരുടെ വീടുകൾ അവർക്ക് നഷ്ടപ്പെടുകയും ആബ്സെൻസ് മാർക്സ് ഡിസ്ട്രപ്റ്റഡ് ഹാബിറ്ററ്റ്, അതിന് സാധാരണഗതിയിൽ കൂടുകൂട്ടാൻ പറ്റിയ സ്ഥലങ്ങൾ ഇല്ലാതായിപ്പോയി, പുതിയ ഇടങ്ങൾ തേടേണ്ടി ഗതികേട് വന്നു എന്ന് കാണിക്കുന്നത് അവിടെ എന്ന് കവിതയിൽ കാണിക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് ബേർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ സ്വന്തം വീടായിട്ടുള്ള പോപ്പുലർ മരങ്ങളിലേക്ക് ചേരാൻ പറ്റുന്നില്ല. പകരം പുതിയ വീടുകൾ, പുതിയ സ്ഥലങ്ങളിൽ അതിന് പൂർണ്ണമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത മരങ്ങളിൽ വീട് കണ്ടെത്തേണ്ട ഗതികേട് വന്നിരിക്കുന്നു. അതേപോലെ മോർട്ടാലിറ്റി. ദ പോയറ്റ് റിഫ്ലക്ട്സ് ഓൺ ഫ്യൂജിറ്റീവ് ഇയേഴ്സ് ഫോർ സീയിങ് ഹിസ് ഓൺ ഡെത്ത് ലൈക്ക് ദ ട്രീസ് ഫാൾ. അപ്പോൾ ഈ മരങ്ങൾ വീണല്ലോ, മരങ്ങൾ എന്ന് പറയുന്നത് കുറച്ചു കാലം നിലനിന്നു, പിന്നെ വീണുപോയി എന്ന പോലെ ഫ്യൂജിറ്റീവ് ഇയേഴ്സ്, തൻ്റെ ജീവിതം ഫ്യൂജിറ്റീവ് ഇയേഴ്സിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞത്. ഫ്യൂജിറ്റീവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കപ്പെട്ട വർഷങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ പിടിച്ചു വെക്കപ്പെട്ട കുറച്ച് വർഷങ്ങളുണ്ട്. ഇപ്പോൾ 60-63 വയസ്സ് വരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു റെയറായ കേസുകളിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യപ്പെട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഏതായാലും മനുഷ്യർ എന്താണ് ഇവിടെ ഫ്യൂജിറ്റീവ് ഇയേഴ്സുകളിലാണ് ജീവിക്കുന്നത്. ഈ ഓതർ, നമ്മുടെ പോയിറ്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫ്യൂജിറ്റീവ് ഇയേഴ്സിലാണ് താൻ ഇവിടെ ഉള്ളത്, പിടിച്ചു വെക്കപ്പെട്ടത് വർഷങ്ങളിലാണ് ഇവിടെ ഉള്ളത്. അതായത് വളരെ കുറഞ്ഞ കാലം ഇവിടെ ഉണ്ടാവുന്നുള്ളൂ പിടിച്ചു വെക്കപ്പെട്ട ഈ ജീവിതം, അത് പിന്നെ ഇല്ലാതാകുന്നു എന്ന ആ ഒരു കാര്യത്തെ എന്താണ് മരങ്ങൾ പണ്ടുണ്ടായിരുന്നു, ഇന്ന് വീണ് കിടക്കുന്നു എന്ന പോലെ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു, വൈകാതെ ഈ ഫ്യൂജിറ്റീവ് ഇയേഴ്സ് കയറലോടുകൂടെ അവർ മരിക്കും എന്ന് കാണിക്കുകയാണ് മോർട്ടാലിറ്റീൻ്റെ കൺസെപ്റ്റ് ഇവിടെ. പിന്നെ ഇമേജറി പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ടർഫ് ഫോർ മൈ ബ്രസ്റ്റ് ആൻഡ് സ്റ്റോൺ അറ്റ് മൈ ഹെഡ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ നെഞ്ചിൻ്റെ മേളിൽ മണ്ണ്, അല്ലെങ്കിൽ എൻ്റെ തലേൻ്റെ മേളിൽ കല്ല് എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ എന്താണ്, ഒരു ശവപ്പറമ്പ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. അല്ലെ ക്രിസ്ത്യൻ തിയോളജി പ്രകാരമൊക്കെ ഉള്ള ബറിയലിൽ അവർ കുഴിച്ചിട്ട് മേളിൽ മണ്ണിട്ട് തലേൻ്റെ ഭാഗത്ത് ഒരു കുരിശോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ല് വെച്ചിട്ടൊക്കെയാണ് അവർ. അപ്പോൾ അത് ഒരു മരണത്തെ കാണിക്കുന്ന ഇമേജറി അവിടെ പറയുന്നുണ്ട്. പിന്നെ റീജനറേഷൻ കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അത് റീജനറേഷൻ ഇല്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്. അവിടെ പറയുന്നത് നോ ന്യൂ ഗ്രോവ് വിൽ റൈസ് ഇൻ ദി പോയിറ്റ്സ് ലൈഫ് ടൈം. പോയറ്റിൻ്റെ ജീവിതകാലത്ത് പുതിയൊരു ഗ്രോവ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെടി, കാട് നമ്മളെ കൂട്ടിക്കൂടും. അപ്പോൾ പുതിയൊരു കാട് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിത സമയത്ത് ഉണ്ടാവില്ല. അതായത് അണ്ടർസ്കോറിങ് നേച്ചേഴ്സ് സ്ലോ റിക്കവറി. പ്രകൃതി എന്ന് പറയുന്നത് ഇല്ലാതാകുന്നു, അതായത് മനുഷ്യന്മാർ വെട്ടി നശിപ്പിക്കുന്നു, പക്ഷെ തിരിച്ചുണ്ടാവുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോ ആണ്. മനുഷ്യന്മാർ വെട്ടി നശിപ്പിച്ച പ്രകൃതി തിരിച്ചുണ്ടാകും, പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടേ വരുന്നുള്ളൂ. ആ മെല്ലെ വരുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോ ന്യൂ ഗ്രോവ് വിൽ റൈസ് എന്ന് പറയുന്നത്. പുതിയ ഒരു കാട് ഉണ്ടാവില്ല, ഉയർന്നു വരില്ല ഇൻ ദി പോയിറ്റ്സ് ലൈഫ് ടൈം, പോയിറ്റിൻ്റെ ജീവിതകാലത്ത്. അപ്പോൾ പോയിറ്റ് മരിച്ച ശേഷമേ, അല്ലെങ്കിൽ അദ്ദേഹം ലോകം വിട്ട ശേഷം മാത്രമേ എന്താ ഉള്ളൂ, ഇനി പ്രകൃതിയൊക്കെ തിരിച്ചു വരുള്ളൂ. അതായത് പ്രകൃതി നശിപ്പിക്കപ്പെട്ടാൽ അവ തിരിച്ചുണ്ടാവാൻ ഒരുപാട് സമയമെടുക്കും എന്നാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഫിലോസഫി. ഹ്യൂമൻ പ്ലഷേഴ്സ് ലൈക്ക് ലൈഫ് ആർ പെരിഷിങ് ഫ്ലീറ്റിംഗ് ആസ് എ ഡ്രീം. അപ്പോൾ അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറയുന്നത് പെരിഷിങ്, അത് ഇല്ലാതായി പോകുന്ന, നശിച്ചു പോകുന്നത്, പ്രകൃതിയുടെ മരങ്ങൾ ഈ പോപ്പുലർ മരങ്ങളെപ്പോലെ ഇല്ലാതായി പോകാനുള്ളതാണ്, ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് ഇല്ലാതായി പോകാനുള്ളതാണ് എന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ആകത്തുകയായി പറയുന്നത്. പിന്നെ പാഠത്തിന് അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ട്രാൻസിയൻസ് ആണ്. അതായത് ദ ഫെൽഡ് പോപ്പുലേഴ്സ് സിംബലൈസ് ഇംപെർമനൻസ് ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ്. നേച്ചർ, പ്രകൃതി, അതുപോലെ ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതം, ഇത് രണ്ടും ഇംപെർമനൻസ്, അതായത് പെർമനൻ്റ് അല്ല, അതൊക്കെ ടെമ്പററി ആണ്. മനുഷ്യനും വൈകാതെ ഇല്ലാതാകും, പ്രകൃതിയും ഇല്ലാതായി പോകും എന്ന അടയാളം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോപ്പുലാർ എന്നുള്ള മരങ്ങളെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോപ്പുലാർസ് എന്ന് പറയുന്ന ടൈപ്പ് മരങ്ങളാണ്, അവകൾ വെട്ടി നശിപ്പിക്കപ്പെട്ട ഒരു കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന പോലെയാണ് മനുഷ്യ ജീവിതം, അവകൾ വൈകാതെ വെട്ടി നശിപ്പിക്കപ്പെടും, ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. പിന്നെ ലോസ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരങ്ങളായിരുന്നു പോപ്പുലർ മരങ്ങൾ, അവകൾ വെട്ടി നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വേദന, പ്രകൃതി എൻവയറമെൻ്റൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായല്ലോ എന്ന വേദന. നേച്ചേഴ്സ് ഹാർമണി, പ്രകൃതിയുടെ ആ ഒരു ഹാർമണി ഉണ്ടായിരുന്നു, ബ്ലാക്ക് ബേർഡ്സ് ഒക്കെ വന്ന് അവിടെ ഇരിക്കുമായിരുന്നു.
ആ ഒരു രസം, ആ ഒരു നേച്ചറിന് ഹാർമണി ഇല്ലാതായിപ്പോയി എന്നൊരു സങ്കടം അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ സമയം ഇവിടെ പല രീതിയിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഫുജിറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ, പിടിച്ചു വെക്കപ്പെട്ട, തടവിലാക്കപ്പെട്ട വർഷങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കുന്നുള്ളൂ, തടവിലാക്കപ്പെട്ട വർഷങ്ങളാണ്, അത് കഴിഞ്ഞാലാണ് ഫ്രീ ആവുന്നത്. അതായത് മനുഷ്യൻ മരിക്കാനുള്ളതാണ്. ഡീക്കേ ടു മൊർട്ടാലിറ്റി, നേച്ചേഴ്സ് ഡീക്കേ ടു മൊർട്ടാലിറ്റി. അതായത് പ്രകൃതി എന്ന് പറയുന്നത് ഡീക്കേ ആവും, അതിങ്ങനെ നശിച്ചു പോകും എന്ന പോലെ തന്നെ മനുഷ്യ ജീവിതവും നശിച്ചു പോകാനുള്ളതാണ് എന്ന് കാണിക്കുന്ന സമയത്തെ ഇവിടെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പോപ്പുലാർസ് റിപ്രസെന്റ് ബാലൻസ് ഇൻ ഫോക്ലോർ. അപ്പോൾ പഴയ നാടൻ പാട്ടുകളിലൊക്കെ പോപ്പുലർ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ബാലൻസിനെ കാണിക്കുന്ന സാധനമാണ്. ആ ബാലൻസ് എല്ലാം ഇല്ലാതായി എന്ന് കാണിക്കൽ പോപ്പുലർ മരങ്ങൾ നശിപ്പിക്കപ്പെടൽ കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതുപോലെ ദർ ലോസ് റിഫ്ലക്റ്റിംഗ് ഡിസ്ട്രപ്റ്റഡ് ഇക്വിലിബ്രിയം. അതായത് ചുരുക്കി പറഞ്ഞാൽ പോപ്പുലർ എന്നുള്ളത് ഒരു ബാലൻസിൻ്റെ അടയാളമാണ്, ഒരു മിതത്വത്തിൻ്റെ, ഒരു പിടുത്തം, ഒരു ബാലൻസിൻ്റെ അടയാളമാണ്. പക്ഷേ ആ മരങ്ങൾ മുറിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? ആ ബാലൻസ് എല്ലാം പോയി, പ്രകൃതിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കുകയാണ്. പിന്നെ ദ പോയിറ്റ്സ് അറ്റാച്ച് ടു ദ ഫേവറേറ്റ് ഫീൽഡ് ടൈസ് പേഴ്സണൽ ലോസ് യൂണിവേഴ്സൽ തീംസ്. അതുപോലെ കണക്ഷൻ ഉണ്ട്. ഈ പോപ്പുലർ ഫീൽഡ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഫീൽഡാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാഠം എന്ന് പറയുന്നത് പോപ്പുലർ മരങ്ങളുള്ള പാഠമായിരുന്നു. ആ പാഠം നശിപ്പിക്കപ്പെട്ടു എന്ന് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ താല്പര്യം, അതായത് അതിനുള്ള ഇഷ്ടം അത് നഷ്ടപ്പെട്ടു പോയി എന്നുകൂടിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലിറ്റററി ഡിവൈസസ് എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തൊരു സാധനത്തിന് ജീവനുള്ളതുപോലെ കാണിക്കുകയാണ്. അപ്പോൾ എന്താണ്? ട്രീസ് വിസ്പർ എന്ന് പറയുന്നുണ്ട്. മരങ്ങൾ പിറുപിറുത്തു. മരങ്ങൾക്ക് പിറുപിറുക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷെ അതിനൊരു മനുഷ്യനെ പോലെ പേഴ്സോണിഫിക്കേഷൻ ചെയ്യാണ്, ഒരു പേഴ്സണാക്കി മാറ്റുകയാണ്. എന്നിട്ട് മരങ്ങൾ വിസ്പർ ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ മനുഷ്യവൽക്കരണം നടക്കുന്നുണ്ട്. അതിൽ ട്രീസിന് വിസ്പർ എന്ന് പറയുന്നുണ്ട്. റിവർ ഹൗസ് ഹോൾഡ്സ് ഇമേജസ്. റിവർ ഹൗസ് എന്താണ്? ഇമേജുകൾ കാണിക്കുന്നു. അതുപോലെ ഗിവിങ്, അങ്ങനത്തെ ഇപ്പം അതായത് ജീവനില്ലാതെ സാധനത്തിന് ജീവൻ കൊടുക്കുന്ന കാര്യങ്ങൾ പേഴ്സൺവൽക്കരിക്കുന്ന പരിപാടി ഈ കവിതയിലുണ്ട്. അതേപോലെ മെറ്റഫേഴ്സ് ഉണ്ട്, അതായത് ഉപമകളുണ്ട്. ഫോളൻ ട്രീസ്, ഫ്യൂജിറ്റീവ് ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൻ്റെ ചുരുങ്ങിയ കാലം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപമകൾ യൂസ് ചെയ്യുന്നുണ്ട്. ജീവിതം ചെറിയതാണ്, ജീവൻ പെട്ടെന്ന് അവസാനിക്കുന്നതാണ്, ഒരു കാലത്ത് വീകാനുള്ളതാണ് എന്നർത്ഥത്തിൽ ഫോളൻ ട്രീസ് എന്ന് ജീവിതത്തിനെ വിളിക്കുന്നുണ്ട്. കുറഞ്ഞ കാലം ജീവിക്കുന്നു. ഫ്യൂജിറ്റീവ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ഉപമകൾ മെറ്റഫറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അയണി യൂസ് ചെയ്യുന്നുണ്ട്. അയണി പറഞ്ഞാൽ ഒരു കാലത്ത് സംഭവം നിന്നിരുന്ന മരങ്ങളൊക്കെ ഇന്ന് വെറും കഷ്ണമായി കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നേരെ അയണി യൂസ് ചെയ്യുന്നുണ്ട്. അയണി പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇമേജറി ഒരുപാട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ ലോസ്റ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ ആ തണൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ തണലിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റും. സൈലൻറ്റ് വിൻഡ്, ശബ്ദമില്ലാത്ത കാറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കതിങ്ങനെ മനസ്സിലിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോൺ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് ആണ്, ഫെയർവെൽ ആണ്, പറഞ്ഞല്ലോ മെലാങ്കോളിക് ആണ്. അതായത് എന്താണ്? ആ ഒരു പോയല്ലോ ഇനി നോക്കിയിട്ട് കാര്യമില്ല, സങ്കടപ്പെടുന്ന ഒരു ടോണാണ് ഈ ഒരു കവിത മൊത്തത്തിലുള്ളത്. അടുത്തത് ബ്രോഡർ സിഗ്നിഫിക്കൻസ് ആൻഡ് റിഫ്ലക്ഷൻ. അതായത് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ഈ കവിതയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പുസ്തകം എക്കോ ക്രിറ്റിസിസത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് സാഹിത്യം പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ സാഹിത്യം പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. കൗപ്പർ തൻ്റെ കവിതയിലൂടെ ഇപ്പോൾ പോയം ടേക്സ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, മനുഷ്യൻ്റെ ഇടപെടലുകളാണ്. അതായത് ട്രീ ഫെല്ലിംഗ് പോലത്തെ കാര്യങ്ങൾ, മരങ്ങൾ മുറിക്കൽ കൊണ്ട് പോലത്തെ കാര്യങ്ങളിൽ ഡിസ്റപ്റ്റിംഗ് നേച്ചർ, പ്രകൃതിയുടെ ബാലൻസ് നശിപ്പിക്കുന്നത് മനുഷ്യന്മാരുടെ ഇടപെടലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു തീം കൊടുക്കുന്നുണ്ട്. അതായത് പറഞ്ഞല്ലോ പോപ്പുലർ മരങ്ങൾ ബാലൻസിൻ്റെ അടയാളമാണ്. ബാലൻസിൻ്റെ അടയാളമായിട്ടുള്ള പോപ്പുലർ മരങ്ങൾ മുറിക്കൽ കൊണ്ട് എന്താ അടയാളമാണ് വരുത്തുന്നത്? പ്രകൃതിയുടെ ബാലൻസ് മനുഷ്യൻ ഇടപെടൽ കാരണം ഇല്ലാതാകുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫിലോസഫിക്കൽ മ്യൂസ്, ഒരു തത്വപരമായിട്ടുള്ള തത്വചിന്ത നടത്തുന്നുണ്ട്. മനുഷ്യ ജീവിതം കണ്ടംപ്ലേഷൻ, ദ കൗപ്പർ ഇൻവൈറ്റ്സ് കണ്ടംപ്ലേഷൻ ഓൺ ലൈഫ്സ് ഫ്ലീറ്റിംഗ് പ്ലഷർ ആൻഡ് മോർട്ടാലിറ്റി. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷ ദുഃഖങ്ങളെല്ലാം ഫ്ലീറ്റിംഗ് ആണ്, അതായത് ഇല്ലാതായി പോകാനുള്ളതാണ്. അതേപോലെ മൊർട്ടാലിറ്റി, മനുഷ്യൻ മരിക്കാനുള്ളതാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സൽ അപ്പീൽ, ലോകത്തെ എല്ലാവരെയും ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തീംസ് ഓഫ് ലോസ്, അതായത് നഷ്ടത്തിൻ്റെ, അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാഠമായിരുന്നു പോപ്പുലർ ഫീൽഡ്, അതിപ്പോൾ ഇല്ലാതായി. അപ്പോൾ തീംസ് ഓഫ് ലോസ് പ്രധാനപ്പെട്ട ചർച്ചയാണ്. അതേപോലെ ഇംപെർമനൻസ്, അതായത് എല്ലാം ടെമ്പററി ആണ് എന്ന ആ ഒരു ആശയം നമ്മുടെ എന്താണ്? അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ കാലശേഷവും ലോക ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ് ലോസ്, അതേപോലെ ഇംപെർമനൻസ് അല്ലെങ്കിൽ ടെമ്പററി. ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ട തീമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, കൾച്ചറൽ വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പോപ്പുലർ എന്നുള്ളത് നാടോടി കഥകളിലൊക്കെ എന്താണ്? ഇപ്പോൾ ടെമ്പറൻസ്, അതായത് ബാലൻസിനെ കാണിക്കുന്ന സാധനമാണ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബാലൻസിനെ കാണിക്കുന്ന പോപ്പുലർ മരങ്ങൾ ഇന്ന് ഇല്ലാതായി എന്ന് കാണിക്കുന്ന സമയത്ത് എന്താണ്? അവകളില്ല, അതായത് പോപ്പുലർ മരങ്ങൾ ഇനി ഇല്ല എന്ന് പറയുന്ന സമയത്ത് ബാലൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം അവസാനിക്കാൻ പോവാണെന്ന് കാണിക്കുന്നൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അവിടെ കാണുന്നുണ്ട്. അതായത് ഫോക്ലോറിൽ എന്താണ്? പോപ്പുലർ എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് അല്ലെങ്കിൽ ബാലൻസിൻ്റെ അടയാളമാണ്.
പിന്നെ ലെഗസി ടൈംലെസ് വർക്ക് എൻകറേജ് റിഫ്ലക്ഷൻ ആൻഡ് ഹ്യൂമാനിറ്റീസ് റിലേഷൻ വിത്ത് നേച്ചർ. ഈ ഒരു കവിതയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്തേക്ക് മാത്രമല്ല എല്ലാ കാലത്തേക്കും മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, മനുഷ്യ ജീവിതം ഇല്ലാതാകാൻ പോകുന്നതാണ്, പോപ്പുലർ മരങ്ങളെപ്പോലെ ജീവിതം ഇല്ലാതാക്കാൻ പോകുന്നതാണ് പോപ്പുലർ മരങ്ങൾ എന്നുള്ളത് അതൊരാശയം. അതുപോലെ പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി ഇല്ലാതായി പോകുന്നത്, അത് മനുഷ്യൻ ശ്രദ്ധിക്കണം എന്നുള്ള പൊതു ആശയങ്ങൾ എല്ലാ കാലത്തേക്കും ടൈംലെസ് ആണ്. അദ്ദേഹത്തിന്റെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തേക്കുമുള്ള ഒരു മെസ്സേജ് ആയിട്ട് അദ്ദേഹം ഈ കവിതയിൽ നിലനിർത്തുന്നുണ്ട്. ആ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ തീംസിനെ കുറിച്ചിട്ട് മെഡിറ്റേറ്റ്സ് ഓൺ ദ ട്രാൻസിയൻസ് ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ് ത്രൂ ഫെൽഡ് പോപ്പുലർ ട്രീസ്. വീണ് കിടക്കുന്ന മുറിക്കപ്പെട്ട പോപ്പുലർ മരങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉപമിക്കുന്നത്? മനുഷ്യജീവിതവും അതുപോലെ തന്നെ പ്രകൃതിയും. അപ്പോൾ പ്രകൃതിയും മനുഷ്യ ജീവിതവും ഈ വീണ് കിടക്കുന്ന പോപ്പുലർ മരങ്ങളെപ്പോലെ ഒരു കാലം വീഴാനുള്ളതാണ്, അതിങ്ങനെ ഇല്ലാതായി പോകും എന്ന ആ ആശയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ തീം പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കവിത സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു നല്ല പണ്ട് വളരെ വൈബ്രന്റ് ആയിരുന്ന ഫീൽഡ്, ഒരിക്കൽ വളരെ വൈബ്രന്റ് ആയിരുന്ന നല്ല രസമുണ്ടായിരുന്ന ഒരു പോപ്പുലർ മരത്തിന്റെ പാടത്തായിരുന്നു. പണ്ട് ഭയങ്കര ഉഷാറായിരുന്നു, ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നൗ ഡെസലറ്റ്, ഇന്നൊന്നുമില്ലാത്ത, സിംബലൈസിങ് ലോസ്, നഷ്ടത്തിനെ സിംബലൈസ് ചെയ്യുന്ന, എൻവയോൺമെന്റൽ ഡിസ്ട്രപ്ഷൻ, പ്രകൃതിയുടെ ഒരു ബാലൻസ് ഇല്ലാതാക്കുന്നതിനെ സെറ്റ് ചെയ്യുന്ന, അതായത് പണ്ട് ഉഷാറായിരുന്ന പോപ്പുലർ മരങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ ഇന്നിപ്പോൾ ശരിക്കും കവിത സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇന്നാണ്. 12 വർഷങ്ങൾക്ക് ശേഷമാണ്. 12 വർഷങ്ങൾക്ക് ശേഷം അവിടെ മരങ്ങളില്ല, എല്ലാം മുറുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ ഒരു സെറ്റിംഗ് ഉള്ളത്. പിന്നെ ഒരുപാട് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്, ഫോളൻ ട്രീ, സൈലന്റ് വിൻ പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പേഴ്സണിഫിക്കേഷൻ, മെറ്റഫർ, ഐഡന്റി പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം വളരെ കുറഞ്ഞതാണ്, പ്രകൃതിയെ നശിപ്പിക്കുന്നത് മനുഷ്യനാണ്, മനുഷ്യൻ പ്രകൃതിയെ നോക്കിയിട്ടില്ലെങ്കിൽ ഇനി വരാനുള്ള ജനറേഷൻ അടക്കം ഉണ്ടാവില്ല എന്നൊരു ബോധ്യം കൂടി അതിലൂടെ കൊടുക്കുന്നുണ്ട്. മനുഷ്യ ജീവിതം പ്രകൃതിയെ പോലെ ഇല്ലാതാകാൻ കിടക്കുന്നതാണ്, ജീവിതത്തിൽ സന്തോഷ ദുഃഖങ്ങൾ ഇവിടെ മാത്രമാണ്, അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചു പോകും എന്ന കാര്യം കൂടിയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു കവിത ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കവിതയാണ്. കവിതയുടെ ആശയങ്ങളിൽ അധികം തലവേദന ഒന്നുമില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോയ മരങ്ങളെ ഓർത്ത് ഫെയർവെൽ ടു ദി ഷെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് തണലുകളോട് ടാറ്റ പറഞ്ഞാണ് തുടങ്ങുന്നത്. തണലുകളെ നഷ്ടപ്പെട്ടു പോയ തണലുകൾ ടാറ്റ പറയും, നിങ്ങൾ പോയോ എന്നതിലേക്ക് 12 വർഷം ശേഷം ഒരു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പോപ്പുലർ മരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് വന്ന് നോക്കിയത്. ഇപ്പം പോപ്പുലർ മരങ്ങളില്ല, അവിടെ വെറും ബെഞ്ചുകളാണ്. അപ്പോൾ അവിടെ ജീവിതം ഇപ്പോൾ പോപ്പുലർ മരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, പ്രകൃതിയെല്ലാം ഇതുപോലെ തന്നെയാണ്, മനുഷ്യന്മാരുടെ ഇടപെടൽ കാരണം ഇല്ലാതാകുന്നു എന്ന് ഫസ്റ്റ് പറയുന്നു. പിന്നെ കുറച്ചാണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, മനുഷ്യ ജീവിതവും ഇങ്ങനെ തന്നെയാണ്, അതും കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാകുന്നുണ്ട്, അത് നമ്മൾ ബോധ്യത്തോടുകൂടി നിൽക്കണം, പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത് എന്ന് കാണിക്കുന്ന ഒരു ആൾക്കത്തൊക്കെ കവിതയാണ്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഇതിൻ്റെ ആശയം പഠിച്ചു വെച്ച് പോയാൽ തന്നെ ഉഷാറാവും. അപ്പോൾ until next time, till then, bye bye, take care.